നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ 44 മൈൽ ചുരംരഹിത പാത പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് തല ആലോചനാ യോഗത്തിൽ തീരുമാനം. വൈകിട്ട് 6 മണി വരെ പ്രവർത്തിക്കേണ്ട കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രം 4 മണിക്ക് അടച്ചു. ആരോഗ്യ കേന്ദ്രത്തിൽ മരുന്നിനായി എത്തിയ രോഗികൾ വലഞ്ഞു. ആർല ഫാമിലെ മരംകൊള്ള ആദിവാസി ക്ഷേമ സമിതി ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആർല ഫാം പുനരധിവാസ മേഖലയിൽ കാട്ടാനകളുടെ താണ്ഡവം. 3 ദിവസങ്ങൾക്കുള്ളിൽ നശിപ്പിച്ചത് 100-ലധികം തെങ്ങുകൾ. വിശദമായ വാർത്തകളിലേക്ക്. കൊട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ 44 മൈൽ ചുരംരഹിത പാത പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് തല ആലോചനാ യോഗത്തിൽ തീരുമാനം. യോഗത്തിൽ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം അധ്യക്ഷത വഹിച്ചു. കൊട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ 44 മൈൽ ചുരംരഹിത പാത പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ അടിയന്തര പ്രാധാന്യത്തോടെ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ യുവജന സംഘടനാ പ്രതിനിധികൾ, വിവിധ വ്യാപാരി വ്യവസായ സംഘടനാ പ്രതിനിധികൾ, പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ ആലോചന യോഗം സംഘടിപ്പിച്ചു. കൊട്ടിയൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം അധ്യക്ഷത വഹിച്ചു. അതിനിടയ്ക്ക് ഒരു ആശയക്കുഴപ്പം വന്നത് നമ്മൾ മിനിസ്റ്റർ ഒരു പ്രഖ്യാപനം നടത്തിയായിരുന്നു. ഈ അമ്പായത്തോട് പാൽച്ചരം 44 മൈൽ റോഡ് പരിഗണനയിലില്ല എന്നുള്ളൊരു പരാമർശം വന്നു. അപ്പൊ അതിൽ എല്ലാവരും ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു. ആശയക്കുഴപ്പം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഷാജിമെമ്പർ എന്ന് പറഞ്ഞതുപോലെ അതൊരിക്കലും പരിഗണിക്കുക എന്നല്ല പറഞ്ഞത്. ആ നിലവിൽ പരിഗണനയിൽ ഇല്ല എന്നുള്ള രീതിയിലാണ് ഷാജിമെമ്പർ ഇന്നിപ്പോ എന്നോട് പറഞ്ഞത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും നമ്മുടെ പ്രശ്നങ്ങളല്ല. നമ്മൾ പരിഗണിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പണിയെടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്നത് അമ്പായത്തോട് തലപ്പുഴ 44 മൈൽ റോഡ് പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പഞ്ചായത്തിന്റെ ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയാണ് ഓരോ ഘട്ടങ്ങളിലും എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഈ മീറ്റിങ്ങുകൾ വിളിക്കുന്നത്. ഇപ്പൊ വീണ്ടും ഇപ്പൊ പെട്ടെന്ന് വിളിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ നെടുമ്പോയി പെരിയ റോഡ്, മാനന്തവാടി റോഡ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇന്ദിരാ ശ്രീധരൻ, KN സുനീന്ദ്രൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷാജി പൊട്ടയിൽ, ജീജ ജോസഫ് പാനികുളങ്ങര, ഉഷ അശോക് കുമാർ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, P തങ്കപ്പൻ മാസ്റ്റർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വ്യാപാരി സംഘടനാ നേതാക്കൾ എന്നിവർ സംസാരിച്ചു. വയനാട്, കണ്ണൂർ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന മാനന്തവാടി നെടുമ്പോയിൽ റോഡ് പൂർണ്ണമായും ഗതാഗതയോഗ്യമല്ലാതായ സാഹചര്യത്തിൽ നിലവിൽ ഇരു ജില്ലകളും ആശ്രയിക്കുന്ന അമ്പായത്തോട് ബോയ്സ് ടൗൺ റോഡ് ഗതാഗതക്കുരുക്ക് നിമിത്തം വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് കൊട്ടിയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആലോചന യോഗം സംഘടിപ്പിച്ചത്. അമ്പായത്തോട് തലപ്പുഴ 44 മൈൽ ചുരംരഹിത പാത പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും മറ്റു പഞ്ചായത്തുകളെയും ഉൾപ്പെടുത്തി വിപുലമായ യോഗം വിളിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. യോഗത്തിൽ 5-അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ മന്ത്രിമാരെ സർവകക്ഷി സംഘം നേരിൽ കണ്ട് നിവേദനം നൽകാനും പഞ്ചായത്ത് തല ആലോചന യോഗത്തിൽ തീരുമാനമെടുത്തു. ചുരമില്ലാത്ത കൊട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ 44 മൈൽ റോഡ് നിർമ്മിച്ചാൽ പ്രതിസന്ധികൾക്ക് ഏറെ പരിഹാരമാകും. ചുരമില്ലാത്തതിനാൽ നിർമ്മാണ ചെലവും കുറവായിരിക്കും. യാത്രാ സമയത്തിലും കുറവുണ്ടാകും. കൊടും വളവുകളും വലിയ കയറ്റുകളും ഈ ചുരത്തിലില്ല. കാലാനുസൃതമായി വികസിത സാധ്യതയുള്ളതാണ് കൊട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ 44 മൈൽ ചുരംരഹിത റോഡ്. 8.35 കിലോമീറ്ററാണ് ഇരു ജില്ലകളിലായി വരുന്ന റോഡിന്റെ നീളം. 1.3 കിലോമീറ്റർ വനഭൂമിയാണ്. 3.45 കിലോമീറ്റർ കണ്ണൂർ ജില്ലയിലും 3.6 കിലോമീറ്റർ വയനാട് ജില്ലയിലുമാണ്. 4 പതിറ്റാണ്ട് മുൻപ് കൊട്ടിയൂർ പഞ്ചായത്തിന് റോഡ് നിർമ്മിക്കാനുള്ള സ്ഥലം വനം വകുപ്പ് വിട്ടു നൽകിയിരുന്നു. 8 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കുകയും ചെയ്തു. പിന്നീട് വനം വകുപ്പ് ഇതുവഴിയുള്ള ഗതാഗതം തടയുകയായിരുന്നു. സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേരളം. ആർല ഫാമിലെ മരംകൊള്ള ആദിവാസി ക്ഷേമ സമിതി ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പുനർകൃഷിയുടെ മറവിൽ ആർല ഫാമിൽ നടന്ന മരംകൊള്ളയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ആദിവാസി ക്ഷേമ സമിതി ആർല ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ലക്ഷം വിലമതിപ്പുള്ള മരങ്ങളെല്ലാം മുറിച്ചു വിറ്റ് പോക്കറ്റ് നിറച്ച ഉദ്യോഗസ്ഥരെ
മരംകൊള്ള ഉന്നതരുടെ ഒത്താശയോടെയാണ് നടന്നതെന്ന് ആരോപിച്ച് ആദിവാസി ക്ഷേമ സമിതി നേരത്തെ പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളുവിന് പരാതിയും നൽകിയിരുന്നു. മാർച്ച് ഫാം ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. AKS ജില്ലാ സെക്രട്ടറി K. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ആ മരമുറി സംബന്ധിച്ച് ഈ പ്രദേശത്തെ ജനങ്ങൾക്കും ആദിവാസി ക്ഷേമ സമിതിക്കും ആക്ഷേപമുണ്ട്. ഈ ആക്ഷേപത്തെ സംബന്ധിച്ച് ആദ്യം ഇവിടുത്തെ ഭരണാധികാരികളോട് സൂചിപ്പിച്ചത് ഞങ്ങളാണ്, AKSന്റെ നേതൃത്വമാണ്. എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാതെ അവരുടെ ദൗത്യം ഇവിടെ നിറവേറ്റുന്ന ഒരു സാഹചര്യമാണ് പൊതുവിൽ കാണാൻ വേണ്ടി കഴിഞ്ഞത്. നിങ്ങൾ നോക്കൂ, ഇവിടെ 5-ാം ബ്ലോക്കിനകത്ത് പൈനാപ്പിൾ കൃഷിയുടെ പേരിൽ 1000 ഏക്കറയാണ് ഒരു സ്വകാര്യ കമ്പനിക്ക് കൈമാറിയിട്ടുള്ളത്. അതിൻ്റെ മറവിൽ ഇരുവളും അതുപോലെ തന്നെ ആഞ്ഞിലും ഉൾപ്പെടെയുള്ള സംരക്ഷിത വനങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുകയും കാട്ടുമരങ്ങൾ മുറിച്ചു മാറ്റി അവിടെ കൃഷി ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റപ്പെട്ടത്. കാട്ടുമരങ്ങളുടെ പേരിൽ സംരക്ഷിത വനങ്ങൾ മുറിച്ചു മാറ്റാൻ ആരാണ് ഈ മാനേജ്മെന്റിന് അധികാരം കൊടുത്തിട്ടുള്ളത്? കോടികളുടെ കൊള്ളയിൽ പാവപ്പെട്ട കീഴ്ജീവനക്കാരെ ബലിയാടാക്കി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് മാനേജ്മെന്റ് നടത്തുന്നതെന്നും ഇതിനെ ശക്തമായി ചെറുക്കുമെന്നും മോഹനൻ പറഞ്ഞു. R. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPM AKS നേതാക്കളായ TC ലക്ഷ്മി, വാർഡംഗം മിനി ദിനേശൻ, CPM ലോക്കൽ സെക്രട്ടറി PK രാമചന്ദ്രൻ, കോട്ടി കൃഷ്ണൻ, KK ജനാർദ്ദനൻ, K. ജോസ്, R. ജോയൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വൈകിട്ട് 6 മണി വരെ പ്രവർത്തിക്കേണ്ട കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രം 4 മണിക്ക് അടച്ചു. ആരോഗ്യ കേന്ദ്രത്തിൽ മരുന്നിനായി എത്തിയ രോഗികൾ വലഞ്ഞു. കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രം നാഥനില്ല കളരിയായി മാറിയെന്ന് നാട്ടുകാർ. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പ്രവർത്തിക്കേണ്ട കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രം 4 മണിക്ക് അടച്ചുപൂട്ടി ഡോക്ടറും ജീവനക്കാരും സ്ഥലം വിട്ടു. മരുന്നിനായി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയ രോഗികൾ വലഞ്ഞു. ഇത് മന്നഞ്ചേരി സ്വദേശി നിരപ്പേൽ മേരിക്കുട്ടി, 90 വയസ്സുണ്ട്. കുളിമുറിയിൽ വീണ് നെറ്റിയിൽ 4 സ്റ്റിച്ചുമുണ്ട്. സ്റ്റിച്ചെടുക്കാൻ വേണ്ടി തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെ ഓട്ടോറിക്ഷയും കൂട്ടി കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയതാണ്. അപ്പോഴാണ് ആശുപത്രി പൂട്ടിയ നിലയിൽ കണ്ടതെന്ന് മേരിക്കുട്ടിയോടൊപ്പം വന്നയാൾ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇവിടെ നോക്കുമ്പോൾ ഡോക്ടറില്ല, മൊത്തം പൂട്ടി പോയിട്ടുണ്ട്. എത്ര മണി? 4 മണിയായി ഞങ്ങൾ വന്നു. 5 മണി ഡോക്ടർ ഉള്ളതെന്ന് പറഞ്ഞത്. ഞങ്ങൾ നോക്കുമ്പോൾ മൊത്തം പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്താ കാരണം പറഞ്ഞു? ഡോക്ടർ ഇല്ല, ഡോക്ടർ നാളെ ഉണ്ടാവുള്ളൂ പറഞ്ഞു. ഡോക്ടർ പോയി എന്നാ പറയുന്നത്. ഈ എല്ലാ ദിവസവും ഇങ്ങനെയാണോ ഈ 4 മണിയാലും പൂട്ടി പോകുന്നത്? അതറിയില്ല. അങ്ങനെ ഇപ്പം ഓട്ടോ ഡ്രൈവർ അങ്ങനെ പറഞ്ഞു. നാളെ അവർ വന്നപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്ന് പറഞ്ഞു. അന്നേരം വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു, ഒക്കെ പൂട്ടി പോയിരുന്നോ, ഡോക്ടർ ഇല്ലായിരുന്നോ. സ്റ്റിച്ചെടുക്കാൻ 10 ദിവസമായി. അപ്പം സ്റ്റിച്ച് എടുപ്പിച്ചാൽ ഓർത്ത് വന്നതാണ്. ഇവിടെ ഇട്ടതോ? അല്ല, ഇവിടെ നല്ല ചുക്കുന്ന ഇട്ടത്. വൈകിട്ട് 6 മണി വരെ പ്രവർത്തിക്കേണ്ട ആശുപത്രി 4 മണിക്ക് പൂട്ടിപ്പോയതോടെ നിരവധി രോഗികളാണ് ആശുപത്രിയിലെത്തി മടങ്ങിപ്പോയത്. ഈ ആശുപത്രിയിലെ സ്ഥിരം കാഴ്ചയാണിതെന്നും പലപ്പോഴും തുറക്കാറില്ലെന്നും രോഗിയുമായി എത്തിയ ഓട്ടോറിക്ഷ തൊഴിലാളിയും ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഡോക്ടർമാരുണ്ടെന്നായി അറിഞ്ഞത്. അവർ എന്നോട് ആശാവർക്കരോട് വിളിച്ചു ചോദിച്ചിട്ടാണ് ഇവിടെ ഡോക്ടറുണ്ട്, നിങ്ങൾ പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഗേറ്റെല്ലാം പൂട്ടിയിരിക്കുന്നു, ആരുമില്ല. അപ്പം ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പോലും ഒരു നേഴ്സ് പോലും ഇവിടെ നിലവിലില്ല. ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ വലിയ കഷ്ടമുണ്ട് ഇവിടെ. ഞാനിവിടെ 4 മണിക്ക് എത്തിയാണ്. അപ്പോൾ ഇവിടെ പിന്നെ അവർക്ക് ഒരു 1600 രൂപ പെൻഷൻ കൊണ്ട് ജീവിക്കുന്നൊരു അമ്മയാണത്. ആ അമ്മ ഒരു ആശുപത്രിയിൽ പോയിട്ട് ഒരു ചെറിയൊരു ചികിത്സ നടത്തി വരുമ്പോഴത്തേക്ക് കുറഞ്ഞത് 1000 രൂപ വരും. അവർക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനാണല്ലോ ഗവൺമെൻറ്റിൻ്റെ ആശുപത്രികൾ. ഇവിടെ വരുമ്പോൾ ഈ അവസ്ഥയാണെങ്കിൽ ഇത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത് നമുക്കറിയില്ല. കാരണം ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണം, അവിടെ ചെന്നാൽ അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുക. ഇവിടെ വരുന്ന ഡോക്ടർമാർ ലീവ് എടുത്ത് വീട്ടിൽ പോവുക, അല്ലെങ്കിൽ നേരത്തെ 2 മണിയാകുമ്പോഴത്തേക്ക് അടച്ച് അവരെ വഴിക്ക് പോവുക. ഈ ഒരവസ്ഥ, ഈ ദുരവസ്ഥ ഇവിടുന്ന് മാറണം. ഇതിന് ഇപ്പം 4:20 ആവുന്നേ ഉള്ളൂ. 4:18 ആവുന്നുള്ളൂ. 4:18 അടച്ച് ഒരു നേഴ്സുമാർ പോലും ഇവിടെ ഇല്ല. എല്ലാം അടച്ച് പൂട്ടിയിട്ട് പോവാണ്. ഇതേ അവസ്ഥ കഴിഞ്ഞ ഉത്സവത്തിൻ്റെ രാത്രി ഇവിടെ രോഗിനെ കൊണ്ടുവന്നപ്പോഴുണ്ടായി. 24 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ സംഭവിച്ചാണ് വെച്ചാൽ രാത്രി ഒരു 11 മണിക്കൂർ രോഗിനെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ ആരുമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല, എല്ലാം പൂട്ടിയിട്ട് ഇവരെ വഴിക്ക് പോയി. പിറ്റേ ദിവസം ഇവരെ പറയാൻ ഞങ്ങൾ അകത്തുണ്ടായിരുന്നു. അകത്തുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ലൈറ്റ് ഇടണം, അല്ലെങ്കിൽ എഴുതി വെക്കണം. ഡോക്ടർ പോവുകയാണെങ്കിൽ എഴുതി വെക്കണം, ഡോക്ടർ ഉണ്ടാവില്ല എന്ന്. അതുവരെ വെക്കുന്നില്ല. അത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് രേഖാമൂലമുള്ള തെളിവായതുകൊണ്ടാണ് അവരത് എഴുതി വെക്കാത്തത്. ഇത് പല പ്രാവശ്യം ഇവിടെ ആവർത്തിച്ചാണ്. ഇനിയെങ്കിലും ഇവിടെ വരുന്ന രോഗികൾ, ഈ നാടാണ് പനിച്ച് വറച്ച് കിടക്കുന്നതാണ്. എല്ലാവർക്കും പനിയും ഇതൊക്കെയാണ്, വൈറൽ പനി പെട്ടിരിക്കുകയാണ്. ആ ഹോസ്പിറ്റലാണ് ഈ നിലയിലുള്ളത്. ഇതിലൊരു മാറ്റം വരുത്തണം. ഉണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും ഇത് പ്രതികരിക്കാനുള്ള കഴിവുണ്ടാവില്ല. അവർ തിരിച്ചങ്ങ് പോകും.
പ്രതികരിക്കാൻ കഴിവുള്ള ആൾക്കാർ ഏതേ രീതിയിൽ പ്രതികരിക്കും. പഞ്ചായത്തിലെ 100 കണക്കിന് രോഗികൾക്ക് ആശ്രയമാകേണ്ട ആശുപത്രി തോന്നും പോലെയാണ് തുറന്നു പ്രവർത്തിക്കുന്നതെന്നും 6 മണിവരെ പ്രവർത്തിക്കേണ്ട ആശുപത്രി 4 മണിക്ക് അടച്ചുപൂട്ടിയ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും അല്ലാത്തപക്ഷം മന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്നും നാട്ടുകാരും പറഞ്ഞു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ആർലഫാം പുനരധിവാസ മേഖലയിൽ കാട്ടാനകളുടെ താണ്ഡവം. 3 ദിവസങ്ങൾക്കുള്ളിൽ തകർത്തത് 100-ലധികം തെങ്ങുകൾ. ആർലഫാം പുനരധിവാസ മേഖലയിൽ കാട്ടാനകളുടെ താണ്ഡവം. 3 ദിവസത്തിനിടയിൽ ആർലഫാം 9, 10 ബ്ലോക്കുകളിലെ ജനവാസ മേഖലയിലെത്തിയ കാട്ടാനക്കൂട്ടം 100ഓളം തെങ്ങുകളാണ് കുത്തിവീഴ്ത്തിയത്. തെങ്ങ് പിഴുതെറിഞ്ഞ് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ സൺഷെയ്ഡും ആനക്കൂട്ടം തകർത്തു. പുനരധിവാസ മേഖലയിൽ ആനക്കൂട്ടം തുടർച്ചയായ ദിവസങ്ങളിൽ എത്തുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. 9, 10 ബ്ലോക്കുകളിലെ നാണി, പ്രകാശൻ, രാജു, സീത, രവീന്ദ്രൻ തുടങ്ങിയവരുടെ വീട്ടുപറമ്പിലെ തെങ്ങുകളാണ് വ്യാപകമായി നശിപ്പിച്ചത്. ഫാമിൽ വയനാട്ടിൽ നിന്നുള്ള കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ ഭൂമി കാടുകയറി കിടക്കുകയാണ്. അവിടങ്ങളിൽ താവളമാക്കിയ ആനക്കൂട്ടമാണ് രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലിറങ്ങി വ്യാപക നാശം വരുത്തുന്നത്. രാത്രി 7 മണിയാകുമ്പോൾ തന്നെ ആനക്കൂട്ടം എത്തുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വീട്ടുമുറ്റത്ത് ആനക്കൂട്ടം നിൽക്കുമ്പോൾ വീട്ടിനുള്ളിൽ കതകടച്ച് ലൈറ്റുകളെല്ലാം ഓഫാക്കി കഴിയും. വനംവകുപ്പിലെ RRT വിഭാഗത്തെ അറിയിച്ച് അവർ എത്തുന്ന വാഹനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആനക്കൂട്ടം കാട്ടിനുള്ളിലേക്ക് മറയും. പടക്കം പൊട്ടിച്ചും മറ്റും ആനയെ അകറ്റുമെങ്കിലും RRT സംഘം മടങ്ങുന്നതോടെ വീണ്ടും തിരിച്ചെത്തി പിഴുതിട്ട തെങ്ങുകളുടെ മധുരമുള്ള ഭാഗം തിന്ന് പുലർച്ചയോടെയാണ് ആനക്കൂട്ടം മടങ്ങുന്നത്. ഇവിടെ ഡെയിലി വരുത്തുണ്ട്. ദിവസം വൈകുന്നേരം ഒരു 6-7 മണിയെല്ലാം ആകുമ്പോഴത്തേക്കും പടക്കം പൊട്ടുന്നേക്കാം. പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നേരം വെളുക്കും വരെ ഉണ്ടാവും. ഓരോ ദിവസം തന്നെ 5-8 തെങ്ങ് വീതം കുറേ ഉണ്ട്. അപ്പുറത്തെ വസ്തുല ഒരുപാട് തെങ്ങുണ്ട്. പേടിയാവില്ലേ ഇങ്ങോട്ട്? പേടിച്ചിട്ട് എന്താ ഇപ്പൊ ചെയ്യാ? ഫോറസ്റ്റുകാർ വരും, അവര് വന്ന് അവരെ വണ്ടി കാണുമ്പോഴത്തേക്കും അങ്ങനെ വിട്ടുകളയും. പിന്നെ വരുത്തുണ്ടാവില്ല. പിന്നെ അവരെല്ലാം പോയി കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴേക്കും പിന്നെ പൊളിച്ച് കിടപ്പിച്ച് പിന്നെയും വരും. ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നാന്ന് വെച്ചാൽ ഇപ്പം പണിക്കാരെല്ലാം ഉള്ളതുകൊണ്ട് അവര് ഇപ്പം പണിക്കെല്ലാം ദൂരെ പണിക്കെല്ലാം പോയിട്ട് വരുന്നവര് അവർക്കൊരു ബുദ്ധിമുട്ടല്ല രാത്രിക്കെല്ലാം വരുമ്പോ. എൻ്റെ വീട് ഇപ്പം അങ്ങ് മേലെയാണ്. ഇത് എൻ്റെ മോൻ്റെ ഭാര്യയാണ്. മേലെ വസ്തു ഇതുവരെ തന്നെ മേലെ മിഞ്ഞാന്നൊരു വീട്ടിൽ കയറിയിട്ട് അവിടെ രാത്രിക്ക് ഒരു 3:30 സമയത്ത് വന്നിട്ട് എനിക്കാശം ഒരു 5-8 തെങ്ങ്, വാഴ, കവുങ്ങ് എല്ലാം നശിപ്പിച്ച്. അവർ ഇതുപോലെ തന്നെ 10 ബ്ലോക്കിലെല്ലാം ആളുകൾ ഇങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് പോകുന്ന രാത്രിക്ക് 8-9 മണിയെല്ലാം. ഞാനിതുപോലെ തന്നെ വരുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രദേശത്തെ 3 വൈദ്യുതി തൂണുകളും ആനക്കൂട്ടം തെങ്ങുകൾ പിഴുതിട്ട് തകർത്തിട്ടുണ്ട്. മേഖലയിൽ ഭയരഹിതമായി താമസിക്കാൻ കഴിയാത്ത സാഹചര്യമായതിനാൽ പലരും വീട് വിട്ട് ബന്ധുവീടുകളിലും മറ്റും കഴിയുകയാണ്. നിരവധി വീടുകളാണ് പ്രദേശത്ത് ഒഴിഞ്ഞുകിടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. KC സുബ്രഹ്മണ്യൻ നായർ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. എന്നാൽ ചെയർമാൻ സ്ഥാനത്തേക്ക് 1-ലധികം ആളുകൾ മത്സരരംഗത്തില്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് നടത്താതെ ഐക്യകണ്ഠ്യേന ചെയർമാനെ തെരഞ്ഞെടുക്കാനാണ് സാധ്യത. കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. രാവിലെ 11 മണിക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുക. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. KC സുബ്രഹ്മണ്യൻ നായർ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ്. എന്നാൽ ചെയർമാൻ സ്ഥാനത്തേക്ക് 1-ലധികം ആളുകൾ മത്സരരംഗത്ത് ഇല്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് നടത്താതെ ഐക്യകണ്ഠേന ചെയർമാനെ തെരഞ്ഞെടുക്കാനാണ് സാധ്യത. 9 പേരടങ്ങുന്ന ട്രസ്റ്റി ബോർഡാണ് ചെയർമാനെ തെരഞ്ഞെടുക്കുക. 4 പാരമ്പര്യ ട്രസ്റ്റിമാരും 5 പാരമ്പര്യേതര ട്രസ്റ്റിമാരും അടങ്ങുന്നതാണ് കൊട്ടിയൂർ ട്രസ്റ്റി ബോർഡ്. ഇതിൽ 9 അംഗങ്ങൾക്കും ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുണ്ടെങ്കിലും പാരമ്പര്യ ട്രസ്റ്റിക്ക് മാത്രമേ ചെയർമാൻ പദവിയിലേക്ക് മത്സരിക്കാൻ കഴിയുകയുള്ളൂ. ആക്കൽ ദാമോദരൻ നായർ, തിട്ടയിൽ നാരായണൻ നായർ, കരിമ്പനക്കൽ ചാത്തോത്ത് സുബ്രഹ്മണ്യൻ നായർ, കുളങ്ങരയത്ത് കുഞ്ഞികൃഷ്ണൻ നായർ എന്നിവരാണ് നിലവിലെ പാരമ്പര്യ ട്രസ്റ്റിമാർ. ഇതിൽ ഒരാളെയാണ് ചെയർമാനായി തെരഞ്ഞെടുക്കുക. ഹൈവിഷൻ ന്യൂസ്, കേളകം. മഴ പെയ്താൽ രക്ഷയില്ലാതെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളും. അല്പം മഴയൊന്നു മാറിയതോടെ ആശ്വസിച്ചതാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ ജീവനക്കാരും സമീപത്തെ കച്ചവടക്കാരും. പക്ഷേ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം പെയ്ത മഴ വീണ്ടും ചതിച്ചു. കീഴൂർ, കൂളിച്ചമ്പ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയ വെള്ളം ഇരിട്ടി പേരാവൂർ റോഡിലെ ഓവുചാൽ കവിഞ്ഞൊഴുകി ഇരിട്ടി പയഞ്ചേരി മുക്കിലെ കച്ചവട സ്ഥാപനങ്ങളിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്കും കയറുകയായിരുന്നു. കച്ചവട സ്ഥാപനങ്ങളിലെ സാധന സാമഗ്രികൾ ഉൾപ്പെടെ നശിച്ചു. 10-ലധികം കച്ചവട സ്ഥാപനങ്ങളിലാണ് വെള്ളം കയറിയത്. ബ്ലോക്ക് ഓഫീസിലെ താഴത്തെ നിലയിലെ മുഴുവൻ റൂമുകളിലും വെള്ളം കയറി. അതിൽ ബ്ലോക്ക് പ്രസിഡന്റിന്റെ റൂമും ഉൾപ്പെടും.
റോഡ് ഉയർത്തി വലിയ ഓവുചാലുണ്ടാക്കി വെള്ളം സുഗമമായി കടന്നു പോകുവാൻ സംവിധാനം ഉണ്ടാക്കിയെങ്കിലും വീണ്ടും കല്ലും മണ്ണും ചെളിയും നിറഞ്ഞതോടെയാണ് വീണ്ടും വെള്ളം സ്ഥാപനങ്ങളിലേക്ക് കയറാൻ തുടങ്ങിയത്. ഇതിനെതിരെ ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം ഇടപെട്ട് വെള്ളം കയറാതിരിക്കാനുള്ള ശാശ്വത നടപടി സ്വീകരിക്കണമെന്ന് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ പറഞ്ഞു. കയറി വരുന്ന പുറം ഭാഗത്തുള്ള ചെളിമണ്ണും വെള്ളവും അതിരൂക്ഷമായ രീതിയിൽ ഈ വർഷം 3ാമത്തെ തവണയാണ് ഇപ്പോൾ കയറുന്നത്. ഇപ്പോൾ ഇതിന് പരിഹാരമാർഗം എന്ന നിലയ്ക്ക് PWDയുടെ റോഡിൻ്റെ മുകളിൽ കെട്ടി അതിൻ്റെ പൊക്കം വർദ്ധിപ്പിച്ച് ചെയ്തെങ്കിലും നാളിതുവരെ അതിന് പരിഹാരമാർഗം ആയിട്ടില്ല. പലപ്പോഴും കലക്ടർക്കും അതുപോലുള്ള ഉന്നത തലങ്ങളിലേക്ക് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് സമർപ്പിച്ചു എങ്കിലും നാളിതുവരെയായി ഇതിന് വന്നു നോക്കി ഇതിനൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കുകയോ തുടർന്ന് ഈ കീഴൂർക്കുന്ന് ഭാഗത്തു നിന്ന് മലവെള്ളം കുത്തി ഒഴുകി വരുന്നത് മുഴുവനും ഈ പരിസര പ്രദേശത്തുള്ള ഇത്തരത്തിലുള്ള സർക്കാർ ഓഫീസുകളിലും വാണിജ്യ വ്യവസായ മേഖലകളിലും ഉണ്ടാകുന്ന തീരാ ദുഃഖം അത് മാറിക്കിട്ടുന്നതിന് വേണ്ട ശ്രമം ഈ ഭാഗത്തു നിന്ന് മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ തുടർച്ചയായി ഇപ്പോഴുണ്ടായിരിക്കുന്ന സ്ഥിതിവിശേഷം അടുത്ത് സിവിൽ സ്റ്റേഷൻ്റെ കെട്ടിടം നല്ല രീതിയിൽ ഉയർന്നു വരുന്നു. ആ ഉയർന്നു വരുന്ന കെട്ടിടവുമായി ബന്ധപ്പെട്ട് അതിനു വേണ്ടി ലക്ഷക്കണക്കിന് ലോഡ് മണ്ണുകൾ കൊണ്ടുവന്ന് നികത്തി അതിന് വേണ്ട കെട്ടിടത്തിൻ്റെ ബേസ്മെൻ്റ് ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായും സമീപ പ്രദേശങ്ങളിലുള്ള ഇത്തരത്തിലുള്ള പഴയ കാലങ്ങളിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾക്കെല്ലാം തന്നെ ഭീഷണിയാവത്തക്ക വിധത്തിലാണ് ഇപ്പോഴുള്ള വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അതിന് സ്ഥായിയായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി പലപ്പോഴും അധികൃതരുമായി ചർച്ച ചെയ്തിരുന്നെങ്കിലും. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കുടിവെള്ള പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി അധികൃതർ റോഡിൽ കുഴിയെടുത്തത് പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും വാഹനയാത്രക്കാർക്കും ദുരിതമായി മാറി. പേരാവൂർ മണത്തണ റോഡരികിൽ പൈപ്പിടാനായി കുഴിയെടുത്തത് മതിയായ രീതിയിൽ മൂടാത്തതാണ് ദുരിതത്തിന് കാരണം. മണത്തണ തൊണ്ടിയിൽ റോഡരികിലുള്ളവർക്കാണ് വീട്ടിലേക്ക് വാഹനമിറക്കാനും മറ്റും കഴിയാതെ ദുരിതത്തിലായത്. വാട്ടർ അതോറിറ്റി 2 ദിവസം മുമ്പായിരുന്നു JCB ഉപയോഗിച്ച് റോഡരികിൽ കുഴി തീർത്ത് പൈപ്പിട്ടത്. എന്നാൽ മതിയായ രീതിയിൽ കുഴി മൂടാത്തതാണ് യാത്രക്കാർക്കുൾപ്പെടെ വലിയ പ്രയാസമായി മാറിയത്. കനത്ത മഴ പെയ്തതോടെ റോഡ് ചെളിക്കുളമായി മാറുകയും ചെയ്തു. വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ കുഴിയിൽ പോകുന്നതും പതിവായി കഴിഞ്ഞു. നിരവധി വീട്ടുകാരാണ് ഇത് കാരണം ദുരിതത്തിലായത്. വാർദ്ധക്യ സഹജമായ രോഗങ്ങളും മറ്റുമുള്ള ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വരെ വലിയ പ്രയാസമാണ് ഉണ്ടാകുന്നത്. ചെളി കാരണം തങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോകാൻ പോലും കഴിയുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഞങ്ങൾക്ക് അവരെ വണ്ടി കടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഈ ചെളിക്കകത്ത് കൊണ്ടുവന്ന് ആരും ചിപ്സ് ഇട്ട മുഴുവൻ ചെളി കൊണ്ട് മിറ്റവും അടുത്ത നല്ല ചെളിയായിപ്പോയി. ഞങ്ങൾക്ക് ഭയങ്കര ഭക്ഷണമുള്ള 10-40 അപ്പോൾ എല്ലാം വഴിയടിക്ക് അവരുടെ വഴിയടിന് വിടാൻ സൗകര്യമില്ല. അതൊന്ന് കൃത്യമായിട്ട് കുത്തി അടച്ചത് പോയെങ്കിൽ ഇത്രയും താഴുമില്ല. ഞങ്ങളുടെ ഓട്ടോറിക്ഷ ഒന്നും പാടെ ഉണ്ട് താന്നിങ്ങനെ പോകുന്നത്. കുറച്ചുകൂടെ അവരെ പിന്നാടിക്ക് നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ പറഞ്ഞത് ഇപ്പോൾ മണ്ണുള്ളിടത്ത് ഇട്ടു, ഇല്ലാത്തടത്ത് വെറുതെ കുഴിയായിട്ട് കിടക്കുന്നത്. അവിടെ വെറും കുഴിയാണ് കിടങ്ങി വന്നിടത്ത്. അത് ചെയ്യാൻ മൂടുന്നതിന് ഉത്തരവാദപ്പെട്ട ആരും ഇല്ല. ആരെങ്കിലും ചെയ്തേച്ച് പോകുന്നു. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. എനിക്കന്നൊരു തൂമ്പാച്ചൊരു വീണ്ടായിരുന്നു. ഇന്നലെ അതൊന്നും ഉണ്ടായില്ല. മഴ കാരണം അവരൊക്കെ സ്ഥലം വിട്ടു. പിന്നെ വെള്ളക്കുപ്പായാണ് ആവശ്യമാണ്, സർക്കാരിൻ്റെ എല്ലാം ആവശ്യം. പക്ഷേ ഇത് ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വേറെ കാര്യം. കയറാൻ പറ്റുന്നില്ല. ചെളിയാണ്. പിന്നെ മണ്ണും കല്ലും ഇങ്ങനെ മുകളിലായിട്ട് നമുക്ക് ചവിട്ടാൻ പറ്റുന്നില്ല. ചവിട്ടാനങ്ങ് താന്നു പോകും. പിന്നെ ചെളിയായതുകൊണ്ട് നമ്മുടെ പ്രായമുള്ളവരല്ലേ, ഇതെല്ലാം തന്നെത്താൻ കൊണ്ട് നികത്തേണ്ടി വരും. അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇത് മഴ പെയ്തതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം. മഴ പെയ്താല് ചെളിയായി, അല്ലെങ്കിലും ഇവര് മണ്ണെടുത്തിട്ട് ഇതുപോലെ തന്നെ പോകുന്നത്. 6 മാസം മുമ്പ് ഒരു വേറൊരു കുഴി കുടിച്ചിട്ട് നമ്മള് പണിക്കാരെ നിർത്തിയിട്ട് മെറ്റല് ചുമന്ന് കൊണ്ടുപോയിട്ട് കുറെ ഞങ്ങളും കൂടെ ചുമന്ന് കൊണ്ടുപോയിട്ട് അത് ഉറപ്പിച്ചെല്ലാം റെഡിയാക്കിയതാ ഇപ്പം. പക്ഷേ ഇപ്പം വീണ്ടും കുത്തിപ്പൊളിച്ച് അവർ നന്നാക്കിയിടുവാണെ പ്രശ്നമില്ല. അവരൊന്ന് ഉറപ്പിച്ചതിന് മുകളിൽ എന്തെങ്കിലും ഒരു അത് അങ്ങനെ ചെയ്താൽ ഓക്കെ. അല്ലെങ്കിൽ പഞ്ചായത്ത് റോഡും വേണം, നമുക്ക് വെള്ളം വേണം, എല്ലാം വേണം. പക്ഷെ അവർ ചെയ്യാതെ പോകുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും. ഇവിടെ എത്ര വീടുകാർക്ക് ഇപ്പൊ പ്രശ്നമുണ്ട്? വഴിയടിയിലുള്ള എല്ലാ വീടുകാർക്കും പ്രശ്നം. മെയിനായിട്ട് വഴിയിനോട് ചേർന്ന് കിടക്കുന്ന വീടുകാർക്കാണ് പ്രശ്നം. അവർക്ക് ഈ റോഡിലൂടെ ചേർന്ന് നേരെ വീട്ടിലോട്ടല്ലേ കയറുന്നത്. ആ വീട്ടിൽ കയറുമ്പം ഒന്നാമത്തെ ചെളി, ഒരു വണ്ടി ഇറക്കാൻ പറ്റുന്നില്ല ഈ ചെളി ആയതുകൊണ്ട്. പിന്നെ ഞങ്ങൾ തന്നെ അത് തൂമ്പായി കൊണ്ട് കുറേ തോണ്ടിയിട്ടു. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ചെളി വെള്ളം മുഴുവൻ വീട്ടിലേക്ക്, മുറ്റത്തേക്ക്. നമ്മുടെ ഇന്റർലോക്ക് ചെയ്താൽ നല്ല മുറ്റമാണ്, അതിൻ്റെ തൊട്ട് മുഴുവൻ വെള്ളമാണ്.
അപ്പം അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണ്. അത് അവരെ ഒന്ന് മനസ്സ് വെച്ചാൽ ഓക്കെയാണ്. മഴ കൂടി പെയ്യുന്നതോടെ വലിയ തിരിച്ചടിയാണ് പ്രദേശവാസികൾക്കുണ്ടാകുന്നത്. റോഡ് പൂർവ്വസ്ഥിതിയിലാകാൻ ഇനിയും ദിവസങ്ങളെടുക്കുമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത്. അടിയന്തരമായി പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. മഞ്ഞളാപുരം ടൗണിൽ സ്ഥാപിച്ച CCTV ക്യാമറ പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ. കേളകം പോലീസും വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് സ്ഥാപിച്ച ക്യാമറയാണ് പ്രവർത്തനരഹിതമായത്. മഞ്ഞളാപുരം ടൗണിൽ സ്ഥാപിച്ച CCTV ക്യാമറ പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ. കേളകം പോലീസും വ്യാപാരികളും നാട്ടുകാരും ചേർന്ന് ലക്ഷങ്ങൾ മുടക്കി കേളകം ടൗണിലും മഞ്ഞളാപുരത്തും ക്യാമറകൾ സ്ഥാപിച്ചത്. എന്നാൽ മഞ്ഞളാപുരത്ത് സ്ഥാപിച്ച ക്യാമറയുടെ കേബിൾ വാഹനാപകടത്തിൽ കട്ടായി പോയതാണ് ക്യാമറയുടെ പ്രവർത്തനം താറുമാറായത്. എന്നാൽ 1 മാസമായിട്ടും കട്ടായ കേബിൾ നന്നാക്കാൻ അധികൃതർ ശ്രമിക്കാത്തതാണ് ക്യാമറ പ്രവർത്തനരഹിതമാകാൻ കാരണമായത്. കേളകം ടൗണിലടക്കം ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മഞ്ഞളാപുരത്ത് ക്യാമറ പ്രവർത്തിക്കാത്തത് പോലീസിന് തന്നെ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. അടിയന്തരമായി ക്യാമറ പ്രവർത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഹൈവിഷൻ ന്യൂസ്, കേളകം. പേരാവൂർ ഇരിട്ടി റോഡിൽ പെരുമ്പുന്നയിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം. പേരാവൂർ ഭാഗത്തു നിന്നും കാക്കയങ്ങാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് തോട്ടിൽ മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടത്. കാർ തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം. പേരാവൂർ ഇരിട്ടി റോഡിൽ പെരുമ്പുന്നയിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. പേരാവൂർ ഭാഗത്തു നിന്നും കാക്കയങ്ങാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് തോട്ടിലേക്ക് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടത്. കാക്കയങ്ങാട് സ്വദേശിയുടേതാണ് അപകടത്തിൽപ്പെട്ട വാഹനം. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിന്നും ശബരിമലയിലേക്ക് കാൽനടയായി നെടുമ്പോയിൽ സ്വദേശി ഹരിനിലയത്തിൽ പ്രകാശൻ, കൊട്ടിയൂർ സ്വദേശി ആനക്കാമ്പുറത്ത് ഭരതൻ, കണ്ണൂർ സ്വദേശി ചെറുവത്താൽ മഹേഷ് എന്നിവർ യാത്ര പുറപ്പെട്ടു. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നിന്നും ശരണം വിളികളുമായി കാൽനടയാത്രയായി ശബരിമലയിലേക്ക് 3 പേരും യാത്ര പുറപ്പെട്ടു. നെടുമ്പോയിൽ സ്വദേശികളായ ഹരിനിലയത്തിൽ പ്രകാശൻ, കൊട്ടിയൂർ സ്വദേശി ആനക്കാമ്പുറത്ത് ഭരതൻ, കണ്ണൂർ സ്വദേശി ചെറുവത്താൽ മഹേഷ് എന്നിവരാണ് അയോധ്യയിൽ നിന്നും കാൽനടയാത്രയായി ശബരീശനെ കാണാൻ യാത്ര പുറപ്പെട്ടത്. നാട്ടിൽ നിന്നും തീവണ്ടി മാർഗം അയോധ്യയിലേക്ക് പുറപ്പെട്ട സംഘം കെട്ടുനിറച്ചാണ് ശബരിമലയിലേക്ക് അയോധ്യയിൽ നിന്നും യാത്ര തിരിച്ചത്. മണ്ഡലകാലത്ത് തന്നെ ശബരിമലയിൽ എത്തിച്ചേരാനുള്ള രീതിയിലാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. പ്രകാശൻ 18 വർഷത്തോളമായി കാൽനടയായി ശബരിമലയിൽ പോയിട്ടുണ്ട്. ഭരതൻ 22 വർഷവും കണ്ണൂർ സ്വദേശി മഹേഷ് 15 വർഷവും അയ്യപ്പ ദർശനം നടത്തി. ഒരു ദിവസം 30 മുതൽ 40 കിലോമീറ്റർ വരെ സഞ്ചരിച്ച് വഴിയമ്പലങ്ങളിലും മറ്റും വിശ്രമിച്ചാണ് യാത്ര. മൂവർക്കും സഹായിയായി കണ്ണൂർ സ്വദേശി ജിതേഷും ഇവരുടെ കൂടെയുണ്ട്. പ്രകാശനും ഭരതനും മഹേഷും കാൽനടയായി പോകുമ്പോൾ ഇരുചക്രവാഹനവുമായി മൂവർക്കും ആവശ്യമുള്ള സാധനങ്ങളുമായി ജിതേഷും കൂടെയുണ്ടാകും. ശബരിമലയിലെത്തുമ്പോൾ 3000-ഓളം കിലോമീറ്റർ ആയിരിക്കും ഇവർ സഞ്ചരിക്കുക. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് 2022-24 വാർഷിക പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ സ്ത്രീ പദവി പഠനം റിപ്പോർട്ട് പ്രകാശനം കാക്കയങ്ങാട് ശ്രീ പാർവതി ഓഡിറ്റോറിയത്തിൽ നടന്നു. മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് 2022-24 വാർഷിക പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനം കാക്കയങ്ങാട് ശ്രീ പാർവതി ഓഡിറ്റോറിയത്തിൽ നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ, അതുപോലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ജില്ലാ ആസൂത്രണ സമിതിയും മുൻകൈ എടുത്തുകൊണ്ടാണ് ജില്ലയിലെ മുഴുവൻ പ്രദേശ സ്ഥാപനങ്ങളിലും അവരെല്ലാം യോജിപ്പിച്ച കൂടുതലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിച്ചത്. ഇതിനകത്ത് കിലയുടെ വലിയ സഹായം ഇതിന്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിലൊരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വി വിനോദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ CK ചന്ദ്രൻ, A വനജ, KV ബിന്ദു, പഞ്ചായത്ത് അംഗങ്ങളായ ധന്യ രാഗേഷ്, KV റഷീദ്, സിബി ജോസഫ്, ഷഫീന മുഹമ്മദ്, പഞ്ചായത്ത് സെക്രട്ടറി PK വിനോദ്, T പ്രസന്ന, P നസീർ, K നയന, K ദാമോദരൻ മാസ്റ്റർ, K രജിത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. CPM കൊട്ടിയൂർ ലോക്കൽ സമ്മേളനത്തിന് സമാപനമായി. സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം
നീണ്ടുനോക്കി ടൗണിൽ CPM പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് M. രാജൻ ഉദ്ഘാടനം ചെയ്തു. കൊട്ടിയൂർ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. നീണ്ടുനോക്കി ടൗണിൽ നടന്ന പൊതുസമ്മേളനം CPIM പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് M. രാജൻ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് നമ്മുടെ പാർട്ടിക്ക് നമ്മുടെ മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയേണ്ടത്, അത് സാധ്യമാകുന്ന ഇന്നലകളിൽ നമ്മുടെ പാർട്ടി എന്തായിരുന്നു, ആ പാർട്ടി പ്രവർത്തനത്തിൽ നമുക്കുണ്ടായിട്ടുള്ള ന്യൂനതകളും നമ്മുടെ മുന്നോട്ട് പോക്കിന് ആവേശകരമായിട്ടുള്ള മറ്റ് അനുഭവങ്ങളും എല്ലാം ഇടകേരി പരിശോധിച്ചുകൊണ്ടാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. അത് ഈ കൊട്ടിയൂർ സമ്മേളനം മാത്രമല്ല. അങ്ങനെ ഇടകേരി പരിശോധനയിൽ നമ്മുടെ പാർട്ടി പരിപാടിയുടെ, പാർട്ടിയുടെ പ്രവർത്തനങ്ങളുടെ എല്ലാ കാര്യങ്ങളും അത് പരിശോധിക്കുന്നത് നമ്മുടെ സമ്മേളനത്തിൽ മാത്രമല്ല. നമുക്കെല്ലാം അറിയുന്ന പോലെ നമ്മുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ടുള്ള ബ്രാഞ്ച് മുതൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി വരെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും അതത് കാലഘട്ടത്തിൽ വളരെ കൃത്യമായി മനസ്സിലാക്കി തീരുമാനമെടുത്ത് നമ്മുടെ പാർട്ടിയുടെ ഭാവി വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള. ലോക്കൽ സെക്രട്ടറി KN സുനീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. MC ഷാജു, P. തങ്കപ്പൻ മാസ്റ്റർ, ഫിലോമിന ജോർജ്, ഉഷ അശോക് കുമാർ എന്നിവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. CPIM അടക്കാത്തോട് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ പൊതുയോഗം CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. അടക്കാത്തോട് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുയോഗം സംഘടിപ്പിച്ചു. അടക്കാത്തോട് ടൗണിൽ നടന്ന പൊതുയോഗം CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിലുള്ള മനുഷ്യരെ പോലും ചേർന്ന് പിടിച്ചുകൊണ്ട് ഈ നാട്ടിൽ അധികാരിത്വമില്ലാതാക്കാനുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ കേരളത്തെ കുറിച്ച് നോബൽ അമർത്യ സെൻ പറഞ്ഞത്, ഈ കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ താരതമ്യപ്പെടുത്താൻ പറ്റുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളോടല്ല. അത് യൂറോപ്യൻ രാജ്യങ്ങളോടാണോ അല്ലെങ്കിൽ മറ്റ് വികസിത രാഷ്ട്രങ്ങളോടാണോ? ഈ കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങളെ ഒക്കെ ജനങ്ങൾ ജീവിതനിലവാരമല്ല അത്തരത്തിലുള്ള എല്ലാ തലങ്ങളിലും ചർച്ച ചെയ്യാൻ സാധിക്കുന്നത് വികസിത രാഷ്ട്രങ്ങളോടാണ് എന്നാണ് പറയുന്നത്. ഇതൊരു അമർത്യാസന്റെ മാത്രമേ ഇല്ല. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള പഴയ ആസൂത്രണ സമിതിയിൽ നിന്ന് തിരിച്ചുവിട്ട് ഓടി വന്നപ്പോൾ ലോക്കൽ സെക്രട്ടറി A. സണ്ണി അധ്യക്ഷത വഹിച്ചു. ജോർജ് കുട്ടി കുപ്പക്കാട്ട്, CT അനീഷ്, K. സുധാകരൻ എന്നിവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. കേളകം മൂർച്ചലക്കാട്ട് മഹാദേവി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഒക്ടോബർ 10 മുതൽ 13 വരെയാണ് നവരാത്രി മഹോത്സവം. കേളകം മൂർച്ചലക്കാട്ട് മഹാദേവി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ഈ മാസം 10, 11, 12, 13 തീയതികളിലായി നടക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് റോയ് പാലോലിക്കൽ, സെക്രട്ടറി CR രാമചന്ദ്രൻ, മേൽശാന്തി ശർമാശാന്തികൾ എന്നിവർ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഈ വർഷത്തെ നവരാത്രി മഹോത്സവം ഒക്ടോബർ മാസം 10, 11, 12, 13 തീയതികളിലായിട്ട് പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ പൂർവാധികം ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. വിശേഷാൽ പൂജകൾ, ചടങ്ങുകൾ ഒക്കെ നടക്കുന്നതോടൊപ്പം ഈ വർഷം നമ്മൾ പ്രത്യേകമായിട്ട് ഗാനമേളയും അതുപോലെ തന്നെ നൃത്തം, സംഗീതം, വാദ്യം എന്നീ ഇനങ്ങളിലായിട്ട് അരങ്ങേറ്റത്തിനുള്ള സൗകര്യം കൂടി നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. 10-ാം തീയതി 5 മണിക്ക് പൂജ ആരംഭിക്കും. ഒക്ടോബർ 10 വ്യാഴാഴ്ച വൈകുന്നേരം 5 മണി മുതൽ പൂജ വെപ്പ് നടത്തും. ഒക്ടോബർ 11 വെള്ളിയാഴ്ച ദുർഗാഷ്ടമി ദിനത്തിൽ ദുർഗ പൂജയും നടത്തും. 12 ശനിയാഴ്ച മഹാനവമി ദിനത്തിൽ രാവിലെ 9 മണിക്ക് നവഗ്രഹ പൂജ, വൈകുന്നേരം 5 മണി മുതൽ വാഹന പൂജ, രാത്രി 7 മണിക്ക് ലക്ഷ്മി പൂജ, തുടർന്ന് രാത്രി 7 മണി മുതൽ ഭക്തി ഗാനമേളയും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ 2 ദിവസവും ബുക്കും നമ്മളുടെ ആയുധ സാമഗ്രികളും പൂജയ്ക്ക് വെക്കാനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ സരസ്വതി പൂജ വളരെ ശ്രേഷ്ഠമാണ്. ഈ വാർഷികത്തിൽ വരുന്ന ഈ വേളയിൽ വിദ്യാ അധിപതിയായിരിക്കുന്ന എല്ലാവർക്കും വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു പൂജയിൽ രാവിലെ 9 മണിക്ക് 12-ാം തീയതി പറഞ്ഞ പോലെ പ്രകാരമുള്ള സരസ്വതി പൂജയിൽ എല്ലാവരും വന്ന് ഭക്തിയാദരപൂർവ്വം വ്രതശുദ്ധിയോടുകൂടി പങ്കെടുക്കുന്നതെന്നും, പിന്നെ എഴുത്തിന് 13-ാം തീയതി നമ്മൾ ഇരുത്തുന്നുണ്ട്. ആ 13-ാം തീയതി ഈ എഴുത്തിനിരിക്കുന്ന എല്ലാ സന്താനങ്ങളെയും വ്രതശുദ്ധിയോട്, തലേ ദിവസം ഇറച്ചിമാംസാദികൾ കൊടുക്കാതെ വ്രതശുദ്ധിയോടുകൂടി ശുഭവസ്ത്രത്തോടു കൊണ്ടുവരികയും
മറ്റുള്ള എല്ലാ ചടങ്ങുകളും ഓരോ ദിവസങ്ങളും ഓരോ പൂജകളാണ് പറയുന്നത്. ദുർഗാപൂജ ഫസ്റ്റ് ദിവസം തന്നെ, ഈ രണ്ടാമത്തെ ദിവസം ദുർഗാപൂജയ്ക്ക് ലക്ഷ്മി പൂജയ്ക്കൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടുണ്ട്. 13-ാം തീയതി ഞായറാഴ്ച വിജയദശമി ദിനത്തിൽ രാവിലെ 8 മണിക്ക് സരസ്വതി പൂജയും രാവിലെ 8:40 മുതൽ വിദ്യാരംഭ ചടങ്ങും നടത്തും. രാവിലെ 9 മണി മുതൽ കലാപരമായ അരങ്ങേറ്റവും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഹൈവിഷൻ ന്യൂസ്, കേളകം. നെഹ്റു ട്രോഫിയിൽ കാരിച്ചാൽ ചുണ്ടലിൽ തുഴയെറിഞ്ഞ കൊട്ടിയൂർ സ്വദേശി റിച്ചാർഡ് ജേസനെ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പടാഗ് ഉദ്ഘാടനം ചെയ്തു. നെഹ്റു ട്രോഫിയിൽ കാരിച്ചാൽ ചുണ്ടലിൽ തുഴയെറിഞ്ഞ കൊട്ടിയൂർ സ്വദേശി റിച്ചാർഡ് ജേസനെ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പടാകം ഉദ്ഘാടനം ചെയ്തു. നെഹ്റു ട്രോഫി വള്ളംകളിയില് നമ്മുടെ സ്വർണ്ണക്കപ്പ് നേടിയ ടീമിലെ കാരിച്ചാലിന്റെ തുഴയെറിഞ്ഞ ഒരാളാണ് റിച്ചാർഡ് ജെയ്സൺ. നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമുക്ക് അഭിമാനമാണ്. അത്തരം വലിയൊരു മത്സരത്തിൽ പങ്കാളിയാകാൻ സാധിച്ചു എന്നുള്ളത്. അതിനകത്ത് സ്വർണ്ണക്കപ്പ് നേടാൻ വേണ്ടി നമ്മുടെ റിച്ചാർഡ് പങ്കെടുക്കുന്നുള്ളതാണ്, അതിനകത്ത് തുഴഞ്ഞെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല. നമ്മുടെ പഞ്ചായത്തിന്റെ ആകെ അഭിമാനമായിട്ട് മാറിയുള്ള റിച്ചാർഡിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോർജ് അധ്യക്ഷത വഹിച്ചു. മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. റിച്ചാർഡ് ജെയിംസിനുള്ള ഉപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് കൈമാറി. ഹൈവിഷൻ ന്യൂസ്, കേളകം. രാജ്യവ്യാപകമായി ഓൾ ഇന്ത്യ LIC ഏജന്റ് ഫെഡറേഷൻ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി മട്ടന്നൂർ LIC ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. LIC ഏജന്റ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് A കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപകമായി ഓൾ ഇന്ത്യ ഏജന്റ്സ് ഫെഡറേഷൻ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി മട്ടന്നൂർ LIC ഓഫീസിനു മുന്നിലും ധർണ സമരം നടത്തി. ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചതുൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. LIC ഏജന്റ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് A കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അത് 4-5 കൊല്ലം ഡിവൈഡ് ചെയ്ത് തരും എന്ന് പറയുമ്പോൾ സാങ്കേതികമായി പല ഏജന്റുമാർക്കും അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ 4-5 കൊല്ലം ആകുമ്പോഴേക്കും ഒരുപാട് പോളിസി അടവുകൾ നിന്നു പോകുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കൊടുക്കണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഈ ഗൂഢാലോചന വാസ്തവത്തിൽ തുടർന്ന് മുമ്പോട്ട് പോയാൽ അവസാനത്തെ വർഷം നിങ്ങളുടെ വേതനം, 1-ാം വർഷത്തെ വേതനം അവസാനത്തെ വർഷം തരും. ഇപ്പൊ ആദ്യം മുതലുള്ള വേതനം, മിനിമം വേതനം തരാൻ വേണ്ടി തയ്യാറാണ് എന്നുള്ള രീതിയിൽ OK ദിനേശ് കുമാർ അധ്യക്ഷനായി. RV മണികണ്ഠൻ, PK നിഖിലേഷ്, ജോസ് മാത്യു, K ഗോവിന്ദൻ, P ദാമോദരൻ, സുജിത് മാവില, T ശ്രീജ, CK സുനിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. ഓൾ കേരള കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി സമാഹരിച്ച ജോമോൻ ചികിത്സാ സഹായ ഫണ്ട് കൈമാറി. വയനാട് ദുരന്തത്തിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും മറ്റ് സന്നദ്ധ സേവനത്തിൽ പങ്കെടുത്ത ജോമോൻ വിളക്കോട് സന്നദ്ധ സേവന സമയത്ത് പിടിപെട്ട അസുഖവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും രോഗം മൂർച്ഛിച്ച് 13 ദിവസത്തോളം ICUവിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ആ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയും പാചകത്തൊഴിലാളിയായ അദ്ദേഹത്തിന് വേണ്ടി സംസ്ഥാന കമ്മിറ്റി ഫണ്ട് സമാഹരണം നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കേളകത്ത് ബന്ധുവീട്ടിൽ കഴിയുന്ന ജോമോൻ വിളക്കോടിനാണ് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി സമാഹരിച്ച ചികിത്സാ സഹായം കൈമാറിയത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി V ഹനീഫ ധനസഹായം കൈമാറി. പേരാവൂർ മണ്ഡലം ട്രഷറർ TK സാദിഖ്, മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് റയീസ് കോളയാട്, മണ്ഡലം വൈസ് പ്രസിഡന്റ് സജിത പാല, പേരാവൂർ മേഖലാ പ്രസിഡന്റ് K മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ഒപ്പം വിവിധ മെമ്പർമാർക്കുള്ള ചികിത്സാ ധനസഹായ വിതരണവും നടത്തി. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും നവീകരിച്ച UP ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നടത്തി. ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NSS സംസ്ഥാന അവാർഡ് ജേതാക്കൾ, ഉപജില്ലാ ഗെയിംസ്,
വിദ്യാരംഗം സർഗോത്സവം ജില്ലാതലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നിവർക്കുള്ള അനുമോദനവും നവീകരിച്ച UP ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നടന്നു. ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ K. ശ്രീലത ഉദ്ഘാടനം ചെയ്തു. അതിനുള്ള ഒരു ഉദാഹരണമാണ്. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ക്ലാസ് റൂം, നല്ല ഭംഗിയായ ക്ലാസ് റൂം നമുക്കിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. ഇനിയും മാഷ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ വാർഡ് കൗൺസിലർ PP ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. മാനേജർ KT അനൂപ്, നഗരസഭാ വൈസ് ചെയർമാൻ PP ഉസ്മാൻ, ഇരിട്ടി ഹൈസ്കൂൾ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ റഹ്മാൻ, PTA പ്രസിഡന്റ് RK ഷൈജു, MPTA പ്രസിഡന്റ് RK മിനി, BPO തുളസീധരൻ, പ്രിൻസിപ്പൽ ഇൻചാർജ് സുജേഷ് ബാബു, ഹെഡ്മാസ്റ്റർ M പുരുഷോത്തമൻ, ഇരിട്ടി ഹൈസ്കൂൾ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് ജഗന്മയൻ, സ്റ്റാഫ് സെക്രട്ടറിമാരായ ബിജുകുമാർ AM, PN ഷീബ, ഇരിട്ടി ഹൈസ്കൂൾ സൊസൈറ്റി ട്രഷറർ KT ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന തലത്തിൽ മികച്ച NSS പ്രോഗ്രാം ഓഫീസർക്കുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അവാർഡ് നേടിയ അനീഷ് കുമാർ EP, മികച്ച NSS വളണ്ടിയറായി തിരഞ്ഞെടുത്ത സായന്ത് PS, ജില്ലാതല വിജയികൾ എന്നിവരെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. പേരാവൂരിലെ ഓട്ടോറിക്ഷ പാർക്കിംഗ് ചെയ്യാനുള്ള പഞ്ചായത്ത് നൽകുന്ന നമ്പർ പുതുക്കൽ പേരാവൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഡിജിറ്റൽ ലൈബ്രറി ഹാളിൽ നടന്നു. പഞ്ചായത്ത് അംഗം നൂർദീൻ മുള്ളേരിക്കലിൻ്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൽ ഇത്തരം ഒരു സംവിധാനം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2005 ശേഷമാണ് നമ്മൾ ഈ നമ്പറിംഗ് സിസ്റ്റം ആരംഭിക്കുന്നത്. അന്ന് മുംതാസ് ബീഗം പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്താണ് ഗോവിന്ദൻ മാഷാണ് ഈ സംവിധാനം ഒന്ന് കൈകാര്യം ചെയ്തിരുന്നത് എന്നാണ് ഓർമ്മ. അല്ലേ, ഞാനന്ന് പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ട് ഈ സംവിധാനം തുടരുകയാണ്. ഇത് ഇടക്കാലത്ത് ഇപ്പോൾ അടുത്ത കാലത്തായി ഇപ്പോൾ ഒരു സിസ്റ്റം എന്ന നിലയിൽ നമുക്ക് ആദ്യത്തെ പോലെ വേണ്ടത്ര തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം വന്നിരുന്നു. പേരാവൂർ ടൗണിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മണത്തണയിലായാലും തുണ്ടിയിലായാലും മറ്റ് ഇതര പ്രദേശങ്ങളിൽ, നമ്മുടെ പഞ്ചായത്തിന് ഉള്ളിലുള്ള പ്രദേശങ്ങളിൽ ആർക്കും എപ്പോഴും വന്ന് വണ്ടി വെച്ച് ഓടാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വീണ്ടും ആ സംവിധാനം രൂപപ്പെടുത്തി എല്ലാ മാസവും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പഞ്ചായത്ത് തലത്തിലുള്ള സംവിധാനം, അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഞ്ചായത്ത് തലത്തിൽ അന്ന് ഉണ്ടാക്കിയതാണെങ്കിലും ഇപ്പോഴുണ്ടാക്കിയതാണെങ്കിലും നമ്മളൊരു നിയമവിധേയമായ ഒരു സംവിധാനമല്ല ഇത്. പക്ഷേ നമ്മുടെ പാർക്കിംഗ് സംവിധാനം ഒരു ക്രമീകരണം നമ്മളെ ടൗണുകളിൽ വരുത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ഇതിനെ കാണാം. സനൽകുമാർ, ബാബു, ഷിതിൻ ബാബു, മോഹനൻ, P. പ്രകാശൻ, സതീശൻ ആലക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. കേളകം ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ സ്പോർട്സ് മീറ്റ് സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ സദാനന്ദ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജോബി, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ അഭിഷിക്ത, കായികാധ്യാപിക ഷിഫ്ന, ആഷ്ലിൻ, അനീഷ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ സ്പോർട്സ് മിനിസ്റ്റർ അലൻ സണ്ണി സ്പോർട്സ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇരിട്ടി സീനിയർ ചേംബറിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിലുള്ളവരെ ആദരിച്ചു. ഇരിട്ടി സീനിയർ ചേംബറിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലയിലുള്ളവരെ ആദരിച്ചു. കേരള സർക്കാർ കർഷകോത്തമ അവാർഡിന് കണ്ണൂർ ജില്ലാ തലത്തിൽ നിന്നും അർഹനായ PK ജോസ് പുത്തൻപുരയ്ക്കൽ, സിനിമ ഷോർട്ട് ഫിലിം ഡയറക്ടറും സാമൂഹ്യ പ്രവർത്തകനുമായ തോമസ് ദേവസി എന്നിവരെ ആദരിച്ചു. സീനിയർ ചേംബർ പ്രസിഡന്റ് ഡോക്ടർ G. ശിവരാമകൃഷ്ണൻ അധ്യക്ഷനായി. മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആന്റണി പുളിയന്മാക്കൽ, സെക്രട്ടറി ജോയി പടിയൂർ, ട്രഷറർ VM നാരായണൻ, വോയിസ്ക ഇരിട്ടി പ്രസിഡന്റ് ബാബു ജോസഫ്, MV അഗസ്റ്റിൻ, AK ഹസൻ, വത്സൻ MN എന്നിവർ സംസാരിച്ചു. ഒരു അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് വർഷങ്ങളായിട്ടുള്ള കർഷകോത്സവമാണ്. അതിന് സാധാരണഗതിയിൽ അവർ കൊല്ലത്തിലെ സ്റ്റേറ്റിൽ ഒരാളെ കൊടുക്കും. ഏറ്റവും പഞ്ചായത്തിൽ യഥാർത്ഥം പറഞ്ഞാൽ ഇന്ന് സത്യം ഈ കഴിഞ്ഞ പ്രാവശ്യം ജൂലൈ വന്നപ്പോൾ ജോലിയോസോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് കൊടുക്കുമ്പോൾ എല്ലാ ജില്ലയിലെയും ഓരോ ഇതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു അവാർഡ് കൊടുക്കുമ്പോൾ ആ അവാർഡ്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ചരമം. ഇരിട്ടി കീഴൂരിലെ കുന്നുമ്മൽ അന്തൻകാട്ടിൽ കല്യാണി അമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ പൈതൽ, പത്മിനി, ലക്ഷ്മി, രവീന്ദ്രൻ, മനോഹരൻ, പരേതനായ കുഞ്ഞികൃഷ്ണൻ എന്നിവർ മക്കളാണ്. പടിയൂർ ആലത്തുപറമ്പിലെ
അളോറ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. മാവില മാധവി അമ്മയാണ് ഭാര്യ. അനിൽകുമാർ, അജിത, അരുൺ എന്നിവർ മക്കളാണ്. കോളയാട് പുത്തലത്തെ കുന്നുംപുറം KP ആണ്ടി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. വത്സലയാണ് ഭാര്യ. അനീഷ്, അജിത എന്നിവർ മക്കളാണ്. വിപണി റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 207, പേരാവൂർ 209, കൊട്ടിയൂർ 208. റബ്ബർ ലോട്ട് ഇരിട്ടി 195, പേരാവൂർ 199, കൊട്ടിയൂർ 198. ഒട്ടുപാൽ ഇരിട്ടി 105, പേരാവൂർ 118, കൊട്ടിയൂർ 117. കുരുമുളക് ഇരിട്ടി 615, പേരാവൂർ 620, കൊട്ടിയൂർ 605. കൊട്ടടയ്ക്ക ഇരിട്ടി 300, പേരാവൂർ 310, കൊട്ടിയൂർ 300. പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 7100, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ വീണ്ടും. കൊട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ 44 മൈൽ ചുരംരഹിത പാത പ്രാവർത്തികമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് തല ആലോചനാ യോഗത്തിൽ തീരുമാനം. വൈകിട്ട് 6 മണി വരെ പ്രവർത്തിക്കേണ്ട കൊട്ടിയൂർ കുടുംബാരോഗ്യ കേന്ദ്രം 4 മണിക്ക് അടച്ചു. ആരോഗ്യ കേന്ദ്രത്തിൽ മരുന്നിനായി എത്തിയ രോഗികൾ വലഞ്ഞു. ആർല ഫാമിലെ മരം കൊള്ള ആദിവാസി ക്ഷേമ സമിതി ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആർല ഫാം പുനരധിവാസ മേഖലയിൽ കാട്ടാനകളുടെ താണ്ഡവം. 3 ദിവസങ്ങൾക്കുള്ളിൽ നശിപ്പിച്ചത് 100-ലധികം തെങ്ങുകൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.